നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കടത്തിന്റെ വളർച്ച കുതിച്ചുയരുകയാണ് എന്നത് വാസ്തവ വിരുദ്ധമായ പ്രചാരണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ് ഒരു മാസം തികയും മുൻപ് തന്നെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. കടമെടുത്തു പോലും ശമ്പളം നൽകാനാവാത്ത ഗതികേടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ 2736 കോടി നികുതി വിഹിതം AGST വിഹിതവും അടക്കം 4000 കോടി നൽകിയതോടെയാണ് ശമ്പളവും പെൻഷനും മുടക്കം വരാതെ കൊടുക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. ഇത് സർക്കാരിന് കിട്ടേണ്ട പണം തന്നെയാണെങ്കിലും സ്വന്തം നിലയ്ക്ക് കൃത്യമായ ശമ്പളം കൊടുക്കാനാവാത്തത് വലിയ നാണക്കേടായി. സാങ്കേതിക തടസ്സമാണ് എന്ന ക്യാപ്സ്യൂൾ ഇറക്കിയെങ്കിലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ അന്തം കമ്മികൾ പോലും തയ്യാറായില്ല. സർക്കാരിന്റെ മോശമായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം സംജാതമായത്. കോവിഡ് മഹാമാരി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്ത സമയത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ച് 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കി. 2-3 കൊല്ലം കഴിഞ്ഞ് നടപ്പാക്കിയാലും യാതൊരു എതിർപ്പും ഉണ്ടാകില്ലായിരുന്നു. സർക്കാർ ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് നടപ്പിലാക്കി. 40,000 കോടിയുടെ അധിക ബാധ്യത പൊതുജനത്തിന്റെ തലയിലായി. അന്ന് തുടങ്ങിയതാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധി. 2021-22 മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് കടം വളർന്നത് 13.04%. 2022-23 പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം കടത്തിന്റെ വളർച്ച 10.33% കുറഞ്ഞു. 2023-24 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കടത്തിന്റെ വളർച്ച 10.21%. ഈ കണക്കുകൾ ഈ കടവർധനയുടെയും കടക്കെണിയുടെയും ലക്ഷ്യങ്ങളല്ല എന്നും പിണറായി തള്ളിമറിച്ചിരുന്നു. ഇതൊക്കെ കണക്കിലെ കളികൾ മാത്രമാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 29% കടമെടുക്കാവൂ എന്നാണ് നിയമം. പക്ഷേ കേരളത്തിൽ 39% വരെ ആയതോടുകൂടിയാണ് കേന്ദ്രം കടമെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇത്തവണ ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ 13,44,033 രൂപ ബജറ്റ് വരുമാനം പറയുന്നുണ്ട്. കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് 4,500 കോടിയോളം രൂപ. പൊതുകടം 4 ലക്ഷം കോടിയാണ്. എന്നിട്ടും ചെലവ് ചുരുക്കലിനോ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനോ മെനക്കെടുന്നുമില്ല. നികുതി കുടിശ്ശിക 19,777 കോടി രൂപയാണെന്ന് ബജറ്റിൽ പറയുന്നു. അതിൽ 14,000 കോടിയോളം GST കുടിശ്ശികയാണ്. GST ഇന്റലിജൻസ് കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ്. 2017 ഗ്രാമിന് 500 രൂപ ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്ന നികുതിയാണ് ഇപ്പോഴും ഈടാക്കുന്നത്. ഇതിലൂടെ മാത്രം മാസം എത്ര കോടി രൂപയാണ് വരുമാനം നഷ്ടമാണ് എന്നത് വ്യക്തം. IGST കാര്യക്ഷമമല്ലാത്തതിനാൽ 25,000 കോടിയുടെ നഷ്ടമുണ്ടായതായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് നികുതി നഷ്ടം. സ്മാർട്ട് മീറ്റർ വയ്ക്കാതെ വിതരണ നഷ്ടം 20% വരുത്തിക്കൊണ്ടിരിക്കുന്ന KSEB കുടിശ്ശിക കാര്യക്ഷമമായി പിരിക്കുന്നില്ല എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. നഷ്ടക്കണക്കുകൾ പറഞ്ഞ നാട്ടുകാരെ ഊറ്റാൻ വൈദ്യുതി ചാർജ് വർധന അടിച്ചേൽപ്പിക്കുന്ന KSEB 30,000 കോടിയോളം രൂപയുടെ കുടിശ്ശികയാണ് പിടിച്ചെടുക്കാനുള്ളത്. ഓരോ വർഷവും ഈ തുക കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ബോർഡിന്റെ കണക്കനുസരിച്ച് 2022 സെപ്റ്റംബർ 30 വരെ പിരിഞ്ഞു കിട്ടാനുള്ള വൈദ്യുതി ചാർജ് 29,081.16 കോടിയാണ്. 2022 മാർച്ച് 31 കണക്കിൽ കുടിശ്ശിക 2,788.89 കോടി രൂപയായി. 6 മാസം കൊണ്ട് 192.27 കോടി രൂപ വർദ്ധിച്ചു. ഈ തുക പിരിക്കാൻ നടപടിയെടുക്കാതെയാണ് നികുതി വർധനയ്ക്കായി ബോർഡ് മാസങ്ങൾക്ക് മുൻപ് റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷ നൽകിയത്. തുടർച്ചയായി 5 വർഷത്തെ നികുതി വർധനയിലൂടെ 4,100 കോടി രൂപയാണ് ലക്ഷ്യമിട്ടത്. റെഗുലേറ്ററി കമ്മീഷൻ ഇതിന്റെ 60% അംഗീകരിച്ച് നിരക്ക് കൂടി. സംസ്ഥാനം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കുടിശ്ശികക്കാരുടെ പട്ടികയിൽ ഒന്നാമത്. എന്തായാലും പാവപ്പെട്ടവൻ ഒരു ദിവസം വൈകിയാൽ അവന്റെ ഫ്യൂസ് ഊരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിന്റെ കഴിവുകേടും കാര്യക്ഷമമില്ലായ്മയും മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചത്ത് കയറി ചെണ്ട കൊട്ടുകയാണ് പിണറായി വിജയനും ഭൂതഗണങ്ങളും. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം നടത്തിയതും സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതും കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനല്ല, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനാലാണ്. ഇതുമൂലം 2016 മുതൽ 2023 വരെ 1,07,000 കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പിണറായി ഡൽഹിയിൽ പോയി വിലപിച്ചു. എടുക്കുന്ന വായ്പയുടെ പലിശ പോലും സംസ്ഥാനം പലപ്പോഴും കൃത്യമായി അടയ്ക്കാറില്ല.
കൊച്ചി മെട്രോയുടെ ലോണ് 2014 മുതൽ സംസ്ഥാനം അടയ്ക്കുന്നുമില്ല. അതോടെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്നെടുത്ത വായ്പ കേന്ദ്രം അടയ്ക്കേണ്ടി വന്നു. കിഫ്ബിയുടെ മറ്റും മറവിൽ ബജറ്റിന് പുറത്തുനിന്ന് നിയന്ത്രണമില്ലാതെ കടമെടുക്കുകയും അതിന്റെ ഓഡിറ്റിംഗിന് CAG അനുവദിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് കേന്ദ്രം കടുത്ത നടപടിയിലേക്ക് കടന്നത്. ധനകാര്യ കമ്മീഷന്റെ നിയമം അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്രത്തിനാകില്ല. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് പിണറായി സർക്കാർ കേന്ദ്രത്തെ കുറ്റം പറയുകയും ഇവിടെ ദൂർത്ത് നടക്കുകയും ചെയ്യുന്നത്. ഈ ദൂർത്ത് അറുതി വരുത്തില്ല എങ്കിൽ പിണറായി സർക്കാർ കേരളത്തിന്റെ അന്തകവിത്തായി മാറിയേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.